ഹായ്, നമസ്കാരമുണ്ട്. തങ്കലാൻ ചിയാൻ വിക്രം. ആസ് മിത്ത് ലീഡ്സ് ടു ഹിസ്റ്ററി, ആസ് ഗ്രീഡ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ, അപ്പോൾ പിന്നെ ആസ് എ ബ്ലഡ് വാർസ് ലീഡ്സ് ടു ലിബർട്ടി. ഇതാണ് ആ പടത്തിൻ്റെ ട്രെയിലറിലൊക്കെ കാണാൻ കഴിയണത്. അപ്പോൾ പടത്തെക്കുറിച്ച് പറയാം. ചിയാൻ വിക്രം, ധ്രുവനാട്ടചരിതം റിലീസ് പെൻഡിങ് ആണ്. ഈ പടത്തിൻ്റെ റിലീസ് പറഞ്ഞിട്ടുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 26 ജനുവരി 2024. അപ്പോൾ ഈ മറ്റേ പടത്തിൻ്റെ റിലീസ് പെൻഡിങ് ആയതുകൊണ്ട് ഇതിൻ്റെ റിലീസ് നീളാനുള്ള സാധ്യതയുണ്ടോ അറിയില്ല കേട്ടോ, നമുക്ക് നോക്കണം. അപ്പോൾ ഈ സിനിമയുടെ ട്രെയിലർ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിനേക്കാൾ മുമ്പ് ഈ പടത്തിനെ കുറിച്ച് പറയാം. ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള, ഞാൻ നോക്കുന്നുണ്ട് തെറ്റാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്, ഇത് ഡയറക്റ്റ് ചെയ്തിട്ടുള്ള P.A. രഞ്ജിത്ത്. അദ്ദേഹത്തിൻ്റെ പഴയകാല പടങ്ങളെ കുറിച്ചിട്ട് എനിക്ക് വലിയ അറിവില്ല, നമുക്ക് നോക്കാം. ഓക്കെ, സ്ക്രീൻ പ്ലേയും P.A. രഞ്ജിത്തും തമിഴ് പ്രഭ അഴകിയ പെരിയവൻ ഇവരാണ് ചെയ്തിട്ടുള്ളത്. സ്റ്റോറിയും P.A. രഞ്ജിത്തും തമിഴ് പ്രഭ. ഓക്കെ, പ്രൊഡ്യൂസഡ് ബൈ KV ജ്ഞാനവേല്. അതേപോലെ സ്റ്റാറിങ് വിക്രം, പശുപതി, പിന്നെ നമ്മുടെ പാർവതി തിരോത്ത്, പിന്നെ നമ്മുടെ പട്ടം പോലൊക്കെ വന്നിട്ടുള്ള ആ നായികയില്ലേ, അവരുടെ ഒരു ഡിഫറെൻറ്റ് ക്യാരക്ടർ ഉണ്ട് ഇതിനകത്ത് കേട്ടോ. കൊള്ളാം. സിനിമാറ്റോഗ്രാഫി അശോക് കുമാറാണ്. എഡിറ്റഡ് ബൈ സെൽവ. മ്യൂസിക് GV പ്രകാശ് കുമാർ. അദ്ദേഹത്തിൻ്റെ പല മ്യൂസിക്കിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, വളരെ നല്ലതായിരുന്നു. ഓക്കെ, എനിവേ ആഡ് ചെയ്യപ്പെട്ടെ പ്രൊഡക്ഷൻ സ്റ്റുഡിയോ ഗ്രീൻ ആണ്, നീലം പ്രൊഡക്ഷൻസ്. അപ്പോൾ പടത്തിൻ്റെ ബഡ്ജറ്റ് എത്രയാണെന്ന് അറിയോ? 150 കോടിയിട്ടാണ്. അപ്പോൾ എനിവേ പടത്തിൻ്റെ ട്രെയിലറിലേക്ക് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ 3 സംഭവങ്ങളുണ്ടല്ലോ. മിത്ത് ലീഡ്സ് ടു ഹിസ്റ്ററി, അതേപോലെ ഗ്രീഡ് ലീഡ്സ് ടു ഡിസ്ട്രക്ഷൻ ആൻഡ് ബ്ലഡ് വാർ ലീഡ്സ് ടു ലിബർട്ടി. ഈ കാര്യങ്ങളാണ് പറയുന്നത്. വിക്രമത്തിനെ ഇത് കാണിക്കുന്നത് ഒരു ട്രൈബലിലെ ഒരു പ്രധാനപ്പെട്ട ആൾ പോലെയായിട്ടാണ് അതിനെ. ട്രൈബലിലെ ഒരു, എനിക്ക് തോന്നുന്നത് 70s to 80s അല്ല, ഇൻഡിപെൻഡൻസിന് മുമ്പുള്ള കാലഘട്ടങ്ങളാണെന്ന് തോന്നുന്നു അതിനകത്ത് കാണിക്കുന്നത്. വാറിൽ അവർ ട്രൈബലായിട്ടുള്ള ആയുധങ്ങൾ, കുന്തം, കുടച്ചക്രം, വാള് അതൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷേ ഗൺസും യൂസ് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ്സ് അത്രയ്ക്ക് ഓൾഡായിട്ട് പോയിട്ടുള്ള ഇതൊന്നുമല്ല. ഒരു തമിഴ് ട്രൈബ് തന്നെയാണെന്ന് തോന്നുന്നു ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇതിൽ ട്രൈബ്സ് തമ്മിലുള്ള വാർസ് കാണിക്കുന്നുണ്ട്. ട്രൈബിലേക്ക് പുറത്തുനിന്നുള്ള അറ്റാക്ക് വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ ട്രൈബിനെ കുറിച്ചിട്ട് അതിനകത്ത് നമുക്ക് ചെറിയ ഡീറ്റെയിലിംഗ് കൊടുക്കാം. വളരെ ഭാഗികമായി വസ്ത്രം ധരിക്കുന്ന ആൾക്കാരായിട്ടാണ് അതിനകത്ത് കാണിക്കുന്നത്. വളരെ പ്രാകൃതരായിട്ടുള്ള ഒരു ട്രൈബാണ്. പേടിയില്ല എന്ന് കാണിക്കാൻ, അതായത് ഒന്നിനോടും എന്തിനേയും. വിക്രത്തിനായിരിക്കും ചിലപ്പോൾ ആ ട്രൈബിനും പേടിയില്ല എന്ന് കാണിക്കാൻ. ഒരു പാമ്പിനെയൊക്കെ ഭയങ്കര രസമായിട്ട് കൊല്ലുന്നൊരു സീനായിരുന്നു കാണിക്കുന്നുണ്ട്. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് പാമ്പിനെ ഇങ്ങനെ എറിഞ്ഞു കളയാം. അതൊക്കെ അടിപൊളി സീനാണ്. അതുപോലെ തന്നെ കുത്ത് വെടിവെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാലോ, മറ്റേ ഡബിൾ ബാരലോ അതേപോലത്തെ തോക്കൊക്കെ ഇട്ടിട്ട് വെടിവെക്കുക, അങ്ങനത്തെ പരിപാടികൾ. ഫുള്ള് ചോരമയം. അപ്പോൾ രണ്ട് ട്രൈബ്സ് തമ്മിലുള്ള അറ്റാക്സും അതിനകത്തുള്ള ചിലപ്പോൾ ആ ട്രൈബ്സിനെ അവിടെ നിന്ന് ഒഴിപ്പിക്കാനോ അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള പടമായിരിക്കും വരുന്നത്. അതുപോലെ തന്നെ ഈ ട്രൈബ്സിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് കൃഷിയും നായാട്ടും അതേപോലത്തെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അങ്ങനെയാണ് ഈ ട്രെയിലറിൽ പറഞ്ഞു വെച്ചിരിക്കുന്നത്. എനിവേ ജനുവരിയിൽ ഈ പടം റിലീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത് തന്നെ കാണാം, അല്ലെങ്കിൽ കുറച്ചും കൂടി കാത്തിരിക്കേണ്ടി വരും. പിന്നെ ഞാൻ ഈ ഒരു റിവ്യൂ പറയാനുണ്ടായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിനെക്കുറിച്ച് ആരും സംസാരിച്ച് കേട്ടില്ല. നമ്മുടെ പ്രമുഖന്മാരൊന്നും ഇതിനെക്കുറിച്ച് സംസാരിച്ച് കേട്ടില്ല. എനിവേ നിങ്ങൾ ട്രെയിലർ കണ്ടിട്ടില്ലെങ്കിൽ കാണാം. എനിക്ക് തോന്നുന്നു ട്രെയിലറോ ടീസറോ ഇറങ്ങിയിട്ട് ഒരു 5 മാസത്തോളം ആവാറായി. എനിവേ ഒരു 5 മില്യന് മുകളിലൊക്കെ ട്രെയിലറൊക്കെ വ്യൂസ് പോയിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തൊരു കണ്ടിട്ട് അഭിപ്രായം പറയാം. അപ്പോൾ നമുക്ക് നോക്കാം. അടുത്തൊരു സംരംഭമായിട്ട് വരുന്നതായിരിക്കും. ബൈ.